നമസ്കാരം. ഗുരുതര ആരോപണങ്ങൾക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പൊതുപരിപാടിയിൽ നിന്ന് മാറ്റി പാലക്കാട് നഗരസഭ. പാലക്കാട് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് രാഹുൽ വിട്ടുനിൽക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ കത്ത് നൽകി. രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർന്നതിനാലും പ്രതിഷേധം കണക്കിലെടുത്തുമാണ് നഗരസഭയുടെ തീരുമാനം. നഗരസഭയുടെ നാളത്തെ പരിപാടിയിൽ മുഖ്യ അതിഥിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മണ്ഡലത്തിൽ കാലുകുത്താൻ സമ്മതിക്കില്ലെന്ന് BJP പാലക്കാട് സിറ്റി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ വ്യക്തമാക്കിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ പുറത്തുവരുന്നതിന് പിന്നാലെയാണ് പ്രശാന്ത് ശിവൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ച് രംഗത്തെത്തിയത്. പാലക്കാട് മണ്ഡലത്തിലെ സ്ത്രീകളുടെ സുരക്ഷ മുൻനിർത്തി കാട്ടുകോഴി MLA ഇനി പാലക്കാട് കാലുകുത്തിക്കാൻ പാലക്കാട് ജനത അനുവദിക്കരുത് എന്നും ഈ നാട്ടിലെ അമ്മമാരുടെയും സഹോദരിമാരുടെയും മാനം കാക്കാൻ BJPക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. ഒരു പെണ്ണുപിടിയനെ ഈ നാട്ടുകാർ എന്തിന് ഇനിയും സഹിക്കണമെന്നാണ് പ്രശാന്ത് ശിവൻ ചോദിക്കുന്നത്. MLA സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ മാങ്കൂട്ടത്തിന് നാട്ടിലിറങ്ങാൻ പറ്റില്ല. ചാണകം മുക്കിയ ചൂലുമായി ഞങ്ങളുടെ അമ്മമാരും സഹോദരിമാരും കാത്തിരിപ്പുണ്ടെന്നും പ്രശാന്ത് ശിവൻ കൂട്ടിച്ചേർത്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ഗുരുതര ശബ്ദ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെയാണ് പ്രശാന്ത് ശിവൻ പ്രതികരണവുമായി രംഗത്തെത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തുന്ന ശബ്ദ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗം പുറത്തു വന്നിരുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് BJPയും CPMഉം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനവും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാനത്തൊട്ടാകെ രാഷ്ട്രീയ യുവജന സംഘടനകൾ സമരം ആരംഭിച്ചു. ഗർഭചിത്രത്തിനുൾപ്പെടെ നിർബന്ധിച്ചു എന്നത് ഗുരുതരമായ ആരോപണമാണ് ും ജനപ്രതിനിധിയായി തുടരുന്നത് കേരളത്തിന് നാണക്കേടാണെന്നുമായിരുന്നു KK ശൈലജയുടെ പ്രതികരണം. രാഷ്ട്രീയത്തിൽ നിൽക്കാൻ അയോഗ്യനായ രാഹുൽ സ്ത്രീകളോട് മാപ്പ് പറയണമെന്ന് EP ജയരാജനും പ്രതികരിച്ചു. PK ശ്രീമതിയും സമാന പ്രതികരണവുമായി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുള്ള എല്ലാ അശ്ലീല കൊള്ളരുതായ്മയുടെയും പിതൃത്വം VD സതീശനാണെന്ന് BJP നേതാവ് B ഗോപാലകൃഷ്ണനും വിമർശിച്ചു. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതിയുമെത്തി. എറണാകുളം സ്വദേശിയും CPM അനുഭവിയുമായ അഭിഭാഷകൻ ഷിൻഡോ സെബാസ്റ്റ്യനാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. നിർബന്ധിത ഗർഭചിത്രത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കണമെന്നതാണ് പരാതിയിലെ ആവശ്യം. ഗർഭസ്ഥ ശിശുവിന്റെ ജീവിക്കാനുള്ള അവകാശം ലംഘിക്കുന്ന നടപടി രാഹുലിൽ നിന്ന് ഉണ്ടായെന്നാണ് പരാതിയിലെ ആക്ഷേപം. ആരോപണങ്ങൾക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതോടെ യൂത്ത് കോൺഗ്രസിന്റെ ലോങ് മാർച്ച് മാറ്റിവെച്ചു. വോട്ട് കൊള്ളയ്ക്ക് ചൂട്ടുപിടിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നാളെയായിരുന്നു ലോങ് മാർച്ച് നടത്താൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരുന്നത്. പറവട്ടാതി മുതൽ തൃശൂർ വരെയായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത ലോങ് മാർച്ച് നടക്കേണ്ടിയിരുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു പങ്കെടുക്കേണ്ടിയിരുന്നത്. പുതിയ സാഹചര്യത്തിലാണ് മാർച്ച് മാറ്റിവെച്ചതിന് കാരണം തൃശൂരിലെ യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃത്വം വിശദീകരിക്കുന്നുമില്ല. അതേസമയം രാഹുലിനെതിരായ ആരോപണത്തിന് ബലം നൽകുന്ന വാട്സപ്പ് ചാറ്റിലെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നു. മാധ്യമങ്ങൾ പരാതിയില്ലാത്ത ഗർഭചിത്രത്തെക്കുറിച്ചാണ് പറയുന്നതെന്നും ഈ നാട്ടിലെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ തനിക്കെതിരെ പരാതിയുണ്ടോ എന്നുമായിരുന്നു രാഹുൽ മാധ്യമങ്ങളോട് ഇന്ന് ചോദിച്ചത്. ഇതിനും പിന്നാലെയാണ് യുവതിയുമായി നടത്തിയ ചാറ്റിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത്. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന പേടിയും വയറ്റിലുള്ള കുഞ്ഞിനോടുള്ള ഇഷ്ടവും അതിനിടയിൽ വീർപ്പ് മുട്ടുകയാണെന്നും താനൊരു സ്ത്രീയാണെന്നും യുവതി പറഞ്ഞപ്പോൾ എങ്കിൽ നീ തന്നെ പ്രശ്നം തീർക്കുമെന്നായിരുന്നു രാഹുലിന്റെ മറുപടി. ചാറ്റിൽ യുവതി രാഹുലേട്ടൻ എന്ന പേരിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിനോടാണ് ചാറ്റ് ചെയ്യുന്നത്. താൻ ഗർഭിണിയാണെന്നും ഗർഭചിത്രത്തിന് മാനസികമായി ഒരുക്കമല്ലെന്നും കുട്ടിയുമായി ശക്തമായ വൈകാരിക ബന്ധം ഉണ്ടായിട്ടുണ്ടെന്നും യുവതി രാഹുലിനോട് പറയുന്നുണ്ട്. അതേസമയം എന്നാൽ താൻ ഒഴിയുകയാണെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിന് മറുപടി നൽകിയത്. ഇതിൽ നിന്ന് എങ്ങനെ ഒഴിയാനാകുമെന്ന യുവതിയുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാതെ രാഹുൽ ഒഴിഞ്ഞു മാറുന്നതും ചാറ്റിൽ നിന്ന് വ്യക്തമാണ്.